13 ആദിവാസികൾ താമസിച്ചിരുന്നത്. ആ പ്രദേശത്തുള്ളവർക്കെല്ലാം ഭൂമി പതിച്ച് നൽകിയിട്ടുണ്ട്. അവിടെ ലൈഫ് പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പല വീടുകളും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അവിടെ ബാക്കിയുണ്ടായിരുന്ന 2 കുടുംബാംഗങ്ങൾ അവരെ ബലമായി ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചത്. ആ രീതി പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല. അതുകൊണ്ട് തന്നെ അത്തരം നടപടികളുമായി വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ട് പോകാൻ പാടില്ല. അവരെ വസ്തുതകൾ ബോധ്യപ്പെടുത്തി അവർക്ക് കൂടി സ്വീകാര്യമായ തരത്തിലുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടി വന്നത്. ഏതായാലും സമഗ്രമായി അന്വേഷിക്കുന്നുണ്ട്. തെറ്റ് ചെയ്തവരെ തെറ്റായി കണ്ടുകൊണ്ട് നടപടി സ്വീകരിക്കുകയും ഈ ആദിവാസി കുടുംബങ്ങൾക്ക് ന്യായമായി നിയമപരമായി കിട്ടേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയും ചെയ്യുക എന്നതാണ് സർക്കാരിൻ്റെ നിലപാട്. അത് ആണല്ലോ. അല്ല പിന്നെ അദ്ദേഹത്തിന് എന്തിനാ സസ്പെൻഡ് ചെയ്യുന്നു? അല്ല, പ്രാഥമിക അന്വേഷണത്തിൽ ഈ പറയുന്ന ഒരു വീഴ്ച അവിടെ കാട്ടി പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ട്. കാരണം നമ്മൾ കൈകാര്യം ചെയ്യുന്നത് മനുഷ്യരെയാണ് എന്നുള്ളൊരു ബോധം ഏത് വകുപ്പിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥനായാലും ഉണ്ടാണ്. മനുഷ്യരോടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയും. അല്ലെങ്കിൽ പ്രാദേശിക ഭരണകൂടങ്ങളുടെ സഹായത്തോടുകൂടി അവർക്കത് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ പ്രായോഗികമായ പരിജ്ഞാനത്തിൻ്റെ കുറവ് എന്തുണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ഏതായാലും ഇതൊരു സൂചനയാണ്. കാരണം ഇത്തരത്തിൽ ഉണ്ടാകാൻ പാടില്ല. വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ മനുഷ്യത്വരഹിതമായി പെരുമാറുന്നു എന്ന ആക്ഷേപം ഉണ്ടാകാൻ പാടില്ല. അതിനുള്ളൊരു മുന്നറിയിപ്പ് കൂടിയായിട്ടാണ് ഇത്. അല്ലാതെ ആരെങ്കിലും ശിക്ഷിച്ച് ആജീവനാന്തകാലം അവരെ കഷ്ടപ്പെടുത്തുക എന്നുള്ള ദുരുദ്ദേശമൊന്നുമില്ല. പക്ഷേ ഇത്തരം നടപടികൾ ഉണ്ടാകാൻ പാടില്ല. കേന്ദ്ര വനമന്ത്രിയെ കാണുന്നുണ്ട്. എന്താണ് ഇതൊക്കെ ആവശ്യങ്ങളാണ് കേരളത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പ്രധാനമായും കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെ വനവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗുരുതരമായ പ്രശ്നം വന്യജീവികളുടെ ആക്രമണമാണ്. ആ ആക്രമണം മൂലം നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. നിരവധി കൃഷിയിടങ്ങളില്ലാതായി. വ്യാപകമായ നാശനഷ്ടങ്ങളാണ് മലയോര മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. അതിനെ പ്രതിരോധിക്കണം. ആ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ അധികാരത്തിൽ വന്ന ആദ്യ മാസം തന്നെ ഒരു വലിയ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരുന്നു. ആ പദ്ധതി 620 കോടി രൂപ ചെലവ് വരുന്ന ഒരു വലിയ പദ്ധതിയാണ്. ഒരു കൊല്ലം കൊണ്ട് നടപ്പിലാക്കാനുള്ള 10 വർഷം കൊണ്ട് നടപ്പിലാക്കാനുള്ള ഒരു പദ്ധതിയാണ്. ആ പദ്ധതി അന്ന് തന്നെ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയുമായി ആശയവിനിമയം നടത്തി. അദ്ദേഹം വളരെ ഉദരപൂർവ്വം അതിനെ കാണുകയും താല്പര്യത്തോടുകൂടി കേൾക്കുകയും ചെയ്തതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ നാളിതുവരെ അതുമായി മുന്നോട്ട് പോകാനുള്ള എന്തെങ്കിലും ഒരു സഹായം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഇപ്പം മറ്റൊരു പ്രശ്നം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് നിയമത്തിൽ കാതലായ ചില മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. കാരണം പന്നിയെ വെടിവെക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ 1972 വന്യജീവി സംരക്ഷണ നിയമം, 80 സംരക്ഷണ നിയമം തുടങ്ങിയ നിയമത്തിൽ ഭേദഗതി വരികയും കാട്ടുപന്നി ഇപ്പം ഷെഡ്യൂൾ 1 പെടുത്തിയിരിക്കുന്നത്. കുരങ്ങന്മാരെ ഇപ്പം ഷെഡ്യൂൾ 1 പെടുത്തിയിരിക്കുന്നത്. അതൊക്കെ പ്രായോഗികമായി നമുക്ക് കൈകാര്യം ചെയ്യാൻ പ്രയാസമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു വർഷത്തിൽ ഒരു പ്രത്യേക സീസണിൽ ഇത്തരം വംശവർധന അധികം കാണുന്ന മേഖലയെ നിയന്ത്രിക്കാനാവശ്യമായ അധികാരങ്ങൾ സംസ്ഥാനങ്ങൾക്ക് കൊടുത്താൽ മതി. ഏറ്റവും പ്രായോഗികമായത് അവിടെ ചെയ്യട്ടെ. ആ രൂപത്തിൽ നിയമ ഭേദഗതി വേണമെന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും ആവശ്യപ്പെട്ടിട്ടുള്ളത്. അല്ല, അവർക്ക് കിട്ടിയ സ്ഥലത്ത് വീടുണ്ടാക്കി കൊടുക്കും. അവരെ പുനരധിവാസം ഉറപ്പാക്കും. ശരി. അല്ല, അവർക്കും ഞങ്ങൾ കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ട്. 10 ലക്ഷം അല്ല, എത്ര പൈസ നമുക്ക് സഹായധനം കൊടുക്കുന്നുണ്ട്. സഹായധനം ആശ്വാസധനം. അല്ല, അത് ചില സീസണിലുണ്ടാകുന്നതാണ്. പിന്നെ അതൊക്കെ പരിചയത്തിൻ്റെ കുറവുണ്ട്. കാറ്റകത്ത് ചിലപ്പോൾ ഒരു കല്ലെറിഞ്ഞിട്ടുണ്ടാകും. അല്ല, അത് നമുക്ക് അതിനൊരു കാരണം കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ അതുമൂലം മരണം ഉണ്ടാകുന്നുണ്ട്. അത് ദൗർഭാഗ്യകരമാണ്.
പക്ഷെ അവരോടും സഹാനുഭൂതിയോടുകൂടിയ ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. ഈ നിയമനിർമ്മാണം കൊണ്ടുവരണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. ചില ജീവികളെ ഏതൊക്കെ ജീവികളെയാണ് നിയന്ത്രിക്കാൻ? അല്ല, പ്രധാനമായിട്ടും നമുക്കവിടെ ശല്യം ചെയ്യുന്നത് പന്നികളാണ്, രണ്ടാമത്തത് കുരങ്ങന്മാരാണ്. ഈ രണ്ട് പേരും ഷെഡ്യൂൾ 1-ലാണ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ടും നമ്മൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനുള്ള അധികാരം പഞ്ചായത്തുകൾക്ക് നൽകിക്കൊണ്ടുള്ള കാര്യം കാട്ടുപന്നികളുടെ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്. കുരങ്ങന്മാരെ എന്ത് ചെയ്ത് അവർക്ക് വന്ധ്യംകരണം പോലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ചില രാജ്യങ്ങളിൽ അങ്ങനെ ഒരു പ്രത്യേക കാലത്ത് ഈ വന്ധ്യംകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ 2-3 കൊല്ലം കഴിയും. എന്നാലും നമുക്കത് ചുരുക്കി കൊണ്ടുവരാൻ വേണ്ടി കഴിയും. കൂടിക്കാഴ്ച നടത്തുന്നില്ല. ഞാൻ എൻ്റെ പ്രസിഡന്റിനെ കാണാൻ അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ പോയി കാണും. തികച്ചും അടിസ്ഥാനരഹിതമായ റിപ്പോർട്ടാണ്. എൻ്റെ നേതൃത്വത്തിലോ ഞാൻ അറിഞ്ഞുകൊണ്ടോ ഒരു നീക്കവും സംഘടനയിൽ നടക്കുന്നില്ല, എൻ്റെ അറിവിലോ ഇല്ല. അത് റിപ്പോർട്ട് അതിന് കുറ്റം പറയുകയോ പ്രശംസിക്കുകയോ ചെയ്യേണ്ടത് മാധ്യമങ്ങളെയാണ്. ചാക്കോ ഇവിടെ ഉണ്ടോ? അല്ല, ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി പോകുന്ന പറഞ്ഞുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാൻ വിചാരിച്ചിട്ട്. ഒരു കൂടിക്കാഴ്ചയില്ല. അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കാണും, ഞാൻ വിളിക്കും. ഞാൻ ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ രാത്രി പോകുമെന്നാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത്. അല്ല, എന്നാലും ഈ മന്ത്രിസ്ഥാനത്ത് അല്ല, താങ്കളൊരു സീസണൽ പൊളിറ്റീഷ്യനാണ്. ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോൾ ഒരു മനോവീര്യത്തെ കെടുത്തില്ലേ മന്ത്രി എന്ന നിലയ്ക്ക്? അല്ല, അതിന് എൻ്റെ പാർട്ടിക്കകത്ത് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലല്ലേ. എൻ്റെ പാർട്ടിക്കകത്ത് മന്ത്രി മാറ്റമൊന്നും ഒരു ഗുരുതരമായ വിഷയമേ അല്ല. അത് എപ്പോഴാണ് വേണ്ടത്, എങ്ങനെ വേണ്ടത് ചെയ്യാനുള്ള ഒരു മനസ്ഥിതിയോടുകൂടി മന്ത്രിസ്ഥാനത്തിൽ സത്യപ്രതിജ്ഞ അന്ന് മുതൽ വൈകുന്നേരം പെട്ടി പാക്ക് ചെയ്തിരിക്കുന്ന ആളാണ് ഞാൻ. മന്ത്രിസ്ഥാനത്ത് കടിച്ചു തൂങ്ങുന്ന കടിച്ചല്ല, തൂങ്ങുകയില്ല, കടിക്കാതെ തൂങ്ങില്ല. അതൊക്കെ അതൊന്നൊരു വിഷയമേ അല്ല. അത് ഈ വാർത്തകൾ വരുന്നല്ലാതെ മന്ത്രി മാറുക എന്നുള്ളതൊരു തികച്ചും ഒരു ലളിതമായ ഒരു പ്രോസസ്സാണ്. അതൊരു വിഷയമല്ല. അല്ല, നിങ്ങൾ ഇന്നത്തെ വാർത്തക്ക് എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മന്ത്രി മാറണമെന്ന് പാർട്ടി പറഞ്ഞാൽ മന്ത്രി മാറും, അത്രയേ ഉള്ളൂ.